വന്നത് കേട്ടോ. ദി കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയും ഒക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് ആളുകൾ നെഞ്ചു പൊട്ടി അവരുടെ അനുഭവ കഥകൾ തുറന്നു പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇതൊന്നും വെറുതെ അല്ല എന്ന്. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന്റെ പേരിൽ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്ത ജ്യോതി മൽഹോത്രയെ സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഹരിയാന പോലീസ് പുറത്തുവിടുന്നത്. അന്വേഷണത്തിൽ ജ്യോതി പലതവണ പാകിസ്ഥാനിലും ഒരു തവണ ചൈനയും സന്ദർശിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നു. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ എഹ്സാനുർ റഹീം എന്ന ഡാനിഷ് ഉൾപ്പെടെയുള്ള, എഹ്സാനുർ റഹീം എന്നാണ് അവന്റെ പേര്, ഡാനിഷ് എന്നുള്ള പേരിലാണ് അവൻ അറിയപ്പെടുന്നത്. തഹാവുർ റാണ എന്നല്ലേ മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ എഴുതിയത്? തഹാവുർ ഹുസൈൻ റാണ എന്ന് എന്തേ എഴുതാത്തത്? അവന്റെ മതം മനസ്സിലാവും, അതുകൊണ്ടാണ്. അപ്പോ എഹ്സാനുർ റഹീം എന്ന വ്യക്തി ഡാനിഷ്, എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ പേര്? അതെ, ഈ ഡാനിഷ് എന്ന് പറയുന്ന എഹ്സാനുർ റഹീം ഉൾപ്പെടെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളുമായി ഇവരൊക്കെ പതിവായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിക്കുന്ന നിർണായകമായ വിവരങ്ങൾ ഇവർ പങ്കുവച്ചതായും ഹിസാർ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള ശശാങ്ക് കുമാർ സാവന്ത് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. തന്നെയുമല്ല, ഡാനിഷ് അവരുടെ ഹാൻഡലറായി പ്രവർത്തിച്ചിട്ടുണ്ടത്രേ. ഷാക്കിർ, റാണ, ഷഹബാസ് എന്നിവരുൾപ്പെടെയുള്ള മറ്റു പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകൾക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അവരുടെ യാത്രാ രീതികൾ അവളുടെ പ്രഖ്യാപിത വരുമാനവുമായി പൊരുത്തപ്പെടുന്നില്ല. സ്പോൺസർ ചെയ്ത യാത്രകളിലാണ് അവർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പ് അവരവിടെ ഉണ്ടായിരുന്നു. സാധ്യമായിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ് SP സാവാൻ പറഞ്ഞത്. അതായത് ഇവരെവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, എന്തിന്റെ പേരിലായിരുന്നു ഇവരിത് ചെയ്തത്, ഇവർക്ക് ഇതിനു വേണ്ടി കിട്ടിയത് എന്താണ്, ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടതാണോ? ഇവരുടെ ഒക്കെ ഫോണുകൾ പരിശോധിച്ചപ്പോൾ എല്ലാവരുടെയും ഫോണുകൾ വ്യത്യസ്തമായ പേരുകളിലാണ് ഇവരുടെ സുഹൃത്തുക്കളായ മുസ്ലിം സുഹൃത്തുക്കളെ തന്നെ ഇവർ പരിചയപ്പെടുത്തിയിരുന്നത്. ഇപ്പോ ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു ഭീകരൻ ഉണ്ടായിരുന്നല്ലോ, ലഷ്കർ-ഇ-തൊയ്ബയുടെ ഭീകരനാണ് ഖാലിദ്, സൈഫുള്ള ഖാലിദ്. അവൻ എന്ത് പേരിലാണ്, ഇതാണ് നേപ്പാളിലൊക്കെ ഇവൻ ഏത് പേരിലാണ് ജീവിച്ചതെന്ന് അറിയാമോ? വിനോദ് കുമാർ. ഇവർക്കറിയാം അത്തരം പേരുകളാണ് സേഫ് എന്നിവര് മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോ അജ്ഞാതനെ സംബന്ധിച്ചിടത്തോളം ഇവനിനി വിനോദ് കുമാർ എന്നല്ല, ഇനി അജിത് കുമാർ എന്നല്ല, ഇനി നരേന്ദ്രമോദി എന്ന പേര് സ്വീകരിച്ചാലും ശരി, ഇവന്റെ നിഴല് പോലെ ഇവനെ പിന്തുടരുന്ന അജ്ഞാതർ ഈ രാജ്യത്തുണ്ട്. അവർക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രധാനം. ഈ രാജ്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഇന്ത്യൻ സൈനികർ ഇവിടെ ഉള്ളപ്പോൾ, അതിനുവേണ്ടി ഉദ്യോഗസ്ഥരുള്ളപ്പോൾ, NIA പോലെയുള്ള അന്വേഷണ ഏജൻസികൾ ഉള്ളപ്പോൾ അവരുടെ കണ്ണുവെട്ടിച്ച്, തക്ഷകന്മാരായിട്ടുള്ള ഇന്ത്യൻ ചാരന്മാരുടെ കണ്ണുവെട്ടിച്ച് ഇവർക്കാർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ലഷ്കർ-ഇ-തൊയ്ബയുടെ കമാൻഡറും നേപ്പാൾ ഭീകര സംഘടനയുടെ തലവനുമായിട്ടുള്ള സൈഫുള്ള ഖാലിദ് ഞായറാഴ്ച പാകിസ്ഥാനിലെ സിന്ധിലാണ് അജ്ഞാതരായിട്ടുള്ള തോക്കുധാരികളാൽ കൊല്ലപ്പെടുന്ന വാർത്ത വരുന്നത്. കാക്ക വിചാരിച്ചു ഇവരെ എല്ലാവരെയും കൊന്നൊടുക്കി എല്ലാ കാലവും എനിക്കിവിടെ സുഖസുന്ദരമായി ജീവിക്കാമെന്ന് കാക്ക ഉറപ്പിച്ചു. പക്ഷേ കാക്കാടെ മയ്യത്ത് പൊതിയാനുള്ള കഫം പുടവ ഇന്ത്യ നേരത്തെ വാങ്ങിവെച്ചിരുന്നു. മനസ്സിലായോ? നഗരത്തിൽ വെച്ചിട്ടാണ് ഇയാൾ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന് അനുഭവ
പരിജ്ഞാനമുള്ള ആളുകൾ തന്നെ പറയുന്നു. സാക്ഷ്യം വഹിക്കുന്നുണ്ട് അവിടെ കണ്ടു നിന്ന ആളുകൾ തന്നെ. വിനോദ് കുമാർ എന്നാണ് ഈ ഖാലിദ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. എന്തായിരുന്നാലും കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവര് പാൻറ് ഉരിഞ്ഞു നോക്കത്തില്ലല്ലോ ലിംഗാഗ്ര ചർമ്മമുണ്ടോ ഇല്ലയെന്ന്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ തീവ്രവാദികളുടെ നീക്കത്തിന് സഹായം നൽകിയിട്ടുണ്ട്. ആര് സഹായിച്ചു? ഈ രാജ്യത്തിനകത്ത് തന്നെ ഈ തീവ്രവാദികൾക്കു വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ വേണ്ടി വന്നാൽ തീവ്രവാദികൾക്കു വേണ്ടി സ്വന്തം വീടുകൾ വരെ താമസയോഗ്യമാക്കി കൊടുത്ത് വീട്ടുകാരെ ബന്ധുവീട്ടുകളിലേക്ക് മാറ്റാൻ വരെ തയ്യാറായി നിൽക്കുന്ന ത്യാഗോജ്ജലരായിട്ടുള്ള തീവ്രവാദികൾ കാശ്മീരിലുള്ളത് നമ്മൾ കണ്ടില്ലേ? രാജ്യത്തിന്റെ എല്ലാ അതിർത്തി സംസ്ഥാനങ്ങളിലും ഇത്തരക്കാരുണ്ട്. തീവ്രവാദികളുടെ നീക്കത്തിന് വേണ്ടിയിട്ട് അതിർത്തിയിലൂടെ സഹായം നൽകുന്നു, റിക്രൂട്ട്മെന്റ് നൽകുന്നു, സാമ്പത്തിക സഹായം, സാമഗ്രികളുടെ കടത്ത്, അതായത് ആയുധങ്ങൾ വേണമല്ലോ, എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു സൈഫുള്ള ഖാലിദ് വിനോദ് കുമാർ. ഇതേ തന്ത്രം തന്നെയാണ് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന കോഴിക്കോട് എലത്തൂർ ഭീകരൻ കൊച്ചിയിലെ സൈനിക ക്യാമ്പിലേക്ക് വിളിച്ച് രാഘവൻ എന്ന പേരിൽ പരിചയപ്പെടുത്തിയത്. ഇതിന്റെ എല്ലാം സൂത്രധാരന്മാർ ഒന്ന് തന്നെയാണ്. ഈ സൈഫുള്ള ഖാലിദ് എന്ന് പറയുന്ന വിനോദ് കുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവനാണ് ലഷ്കർ ഇ ത്വയ്ബയുടെ നേപ്പാൾ മൊഡ്യൂളിന്റെ ചുമതലക്കാരൻ. 2005 ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഒരു വെടിവെപ്പ് നടന്നു. ഇതാസൂത്രണം ചെയ്ത വ്യക്തി ഇയാളാണ്. വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2006 നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണവും 2006 RSSന്റെ ആസ്ഥാനത്ത് ഭീകരാക്രമണം, 2008 ഉത്തർപ്രദേശിലെ റാംപൂരിലുള്ള സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ CRPFന്റെ ക്യാമ്പിൽ നടന്ന ഭീകരാക്രമണവും ഖാലിദ് ഇന്ത്യയിലുടനീളം നടത്തിയതായി പറയപ്പെടുന്ന മറ്റാക്രമണങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. റാംപൂരിലെ ആക്രമണത്തിൽ 7 CRPF ഉദ്യോഗസ്ഥരും ഒരു റിക്ഷാക്കാരനും കൊല്ലപ്പെട്ടിരുന്നു. LATയുടെ നേപ്പാൾ മൊഡ്യൂളിനെ തുറന്നു കാണിക്കുന്നതിൽ ഇന്ത്യൻ ഇന്റലിജൻസ് നടത്തിയ ശ്രമങ്ങളെ തുടർന്ന് ഖാലിദ് പാകിസ്ഥാനിലേക്ക് മടങ്ങുന്നു. സോഴ്സുകൾ തന്നെ പറയുകയാണ്. LATയുടെയും അതിന്റെ പ്രധാനപ്പെട്ട സംഘടനയായ ജമാഅത്തുൽ ദഅവയുടെയും നിരവധി നേതാക്കൾക്കൊപ്പം ഖാലിദ് ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ ലക്ഷ്യമിട്ടിരുന്നു. അതായത് ജമ്മു കാശ്മീരിൽ അവനെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. ഈ ഭീകരവാദികളെ സഹായിക്കാൻ ലോകത്തിന്റെ എല്ലാ കോണിലും ഇന്ത്യ വിരുദ്ധരുണ്ടായിരിക്കും. ഖാലിദിനോടൊപ്പം ലഷ്കർ ഇ ത്വയ്ബയുടെ മുസമ്മിൽ ഇഖ്ബാൽ ഹാഷ്മി, മുഹമ്മദ് യൂസഫ് തൈബി ഇവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടത്രേ. പാകിസ്ഥാനില് സിന്ധിലെ ബാദില്, ഹൈദരാബാദ് ജില്ലകളിലെ കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനൊക്കെ സംഘടനയ്ക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതും ഈ സൈഫുള്ള ഖാലിദ് ആയിരുന്നു. പാകിസ്ഥാനിലെ മുരിദ്കേയിലാണ് ലഷ്കർ ഇ ത്വയ്ബയുടെ ആസ്ഥാനം. മെയ് 7-ാം തീയതി മുരിദ്കേയിൽ LAT നിയന്ത്രിക്കുന്ന മർക്കസ് ത്വയ്ബ എന്ന തീവ്രവാദ സമുച്ചയം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു. കെട്ടിടം തകർത്തെങ്കിലും ഇയാള് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. 2008 മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള നിരവധി ആക്രമണങ്ങൾക്ക് ലഷ്കർ ഇ ത്വയ്ബ നേതൃത്വം വഹിച്ചിരുന്നത് ഈ വ്യക്തിയായിരുന്നു. ആക്രമണത്തിൽ അന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ 160ഓളം ആളുകൾ കൊല്ലപ്പെട്ട, 177 എന്നും പറയപ്പെടുന്നു. ഈ രാജ്യത്തിനകത്ത് തന്നെ ഈ രാജ്യത്തെ തകർക്കുന്ന ശത്രുക്കളുണ്ട്. അതിനെ മുസ്ലിം എന്നല്ല, ഹിന്ദു എന്നല്ല, ക്രിസ്ത്യാനി എന്നല്ല, പിടിക്കുന്ന ഭൂരിപക്ഷത്തിന്റെയും പേരുകൾ കൊണ്ട് നമുക്കറിയാം. അവരോടൊപ്പം പിടിക്കപ്പെടുന്ന ജ്യോതിയെ പോലെയുള്ള അമുസ്ലിം നാമധാരികളിൽ നിന്ന് നമുക്കറിയാം എങ്ങനെയാണ് അവർ ഈ വലയിൽ അകപ്പെട്ടത് എന്നത്.